ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്നത് നമ്മുടെ ജിൻഡോയും ശ്രീതുവും നന്ദനയുമാണ്. അപ്പൊ ഓൾറെഡി സിബിലിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീതുവിനെ കൊണ്ടുവരണം എന്നുള്ളതും അതുപോലെ തന്നെ നോറേനെ കൊണ്ടുവരണം എന്നുള്ളതും നന്ദനയുടെ പേര് പറയണം എന്നൊക്കെ ഉള്ളത്. ജിൻഡോ പക്ഷെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ജിൻഡോനെ എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ജിൻഡോയുടെ പേരും അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ജിൻഡോയും ശ്രീതുവും ഇപ്പൊ നന്ദനയും ആണ് വന്നേക്കണേ. നോറ വന്നിട്ടില്ല. ഓൾറെഡി സിബിൻ ശ്രീതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ക്യാപ്റ്റൻ ആക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ. അതുമാത്രമല്ല ക്യാപ്റ്റൻ നോമിനേഷനിലേക്ക് ശ്രീധുവിന്റെ പേര് വന്നെന്നൊക്കെ സിവിൻ എല്ലാവരെയും കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീധു വന്ന കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെ ഇത്. അവർക്ക് ഈ പ്രാവശ്യം ഇനി ജിൻഡോ വീണ്ടും വന്നം എന്നുള്ളത് വലിയ താല്പര്യവുമില്ല. അപ്പൊ ശ്രീധുവും അതുപോലെ തന്നെ ജിൻഡോയും നന്ദനയുമാണ് മത്സരിക്കുന്നത്. പന്തേറാണ് ടാസ്ക്. ഫാൻ വെച്ചിട്ടുണ്ട്. ഫാനിൽ അപ്പൊ കുറെ കപ്പുകൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അപ്പൊ എന്താണ് ഈ പന്തെറിഞ്ഞ് വീഴ്ത്തണം. ഏറ്റവും കൂടുതൽ പന്ത് ചാടിക്കുന്നവരാരാണോ അവരായിരിക്കും ക്യാപ്റ്റൻ ആവുന്നത്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ശ്രീധുവാണ് ക്യാപ്റ്റൻ ആവുന്നതെന്നാണ് തോന്നുന്നത്. അർജുനും അതുപോലെ തന്നെ അപ്സരയും പിന്നെ അത് മാത്രമല്ല നോറ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നോറയ്ക്ക് ആകെ ഇഷ്ടമുള്ളത് നമ്മുടെ ശ്രീധുവിനെയാണ്. ജിൻഡോ ആണെങ്കിൽ ഒരിക്കലും നോറ അങ്ങനെ നിൽക്കില്ല. മിക്കവാറും ശ്രീധു തന്നെയായിരിക്കും ക്യാപ്റ്റൻ ആയിട്ടുണ്ടാവുക. ഇതിൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ഉടനെ കാണാം.